ഈ ഓണത്തിന് ഒരു യൂസർ വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾ എങ്ങും പോകേണ്ട നേരെ വരൂ കാർലെറ്റിലേക്ക്. കാർലെറ്റ് ബൈ ട്രൂ ചോയ്സിന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് വന്നിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നം പ്രദേശത്ത് നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം 2 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ഒട്ടുമിക്ക ബഡ്ജറ്റ് ഓറിയന്റഡ് വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്, സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് 5 സീറ്റുണ്ട്, 7 സീറ്റുണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക്. ഏത് ടൈപ്പ് വാഹനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 300ഓളം വാഹനങ്ങളുടെ നീണ്ട ഒരു കളക്ഷൻ തന്നെ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട്. ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫർ പ്രൈസുകളാണ് നമ്മൾ ഓരോ വാഹനങ്ങൾക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പർച്ചേസ് ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് നമുക്ക് 2 വീലർ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ നിറയെ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് നമ്മൾ ഈ ഒരു മാസത്തെ നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏത് വാഹനം നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഓഫർ പ്രൈസോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ വാഹനങ്ങൾ സെയിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന പ്രൈസോ അല്ലെങ്കിൽ കാറ്റലോഗ് കിടക്കുന്ന പ്രൈസുകൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു സോഷ്യൽ മീഡിയയിൽ കാണുന്ന പ്രൈസുകൾ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട വാഹനം സ്വന്തമാക്കാൻ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ടിൽ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നേരെ മക്കരപ്പറമ്പുള്ള വെള്ളാട്ടുപറമ്പുള്ള വിജനമായ കുന്നം പ്രദേശത്തുള്ള കാർലെറ്റ് എന്നുള്ള യൂസർ കാർ ഷോപ്പിലേക്ക് നേരെ വന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ട വാഹനം എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം നമ്മൾക്ക് ഇന്നൊരു 10-12 വാഹനങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ എല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. ഒരുപാട് ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ നമ്മൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. 0 ഡൗൺ പേയ്മെൻറ്റിൽ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങളുടെ കയ്യിൽ മുടക്കാൻ ക്യാഷില്ല, അതായത് ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ ക്യാഷില്ല. പക്ഷേ നിങ്ങൾക്ക് മാസം EMI അടക്കാൻ നിങ്ങൾക്ക് ജോലി കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം. 0 ഡൗൺ പേയ്മെൻറ്റ് ഒത്തിരി വാഹനങ്ങൾ നമ്മൾ പുതുതായിട്ട് സ്റ്റോക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വാഹനങ്ങൾ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനം ഒരു ലോ കിലോമീറ്ററുടെ ഒരു വാഹനമാണ്. അതും സെഡാൻ വാഹനം. 2018 മോഡൽ വരുന്ന ഫോർഡ് ആസ്പയർ ടൈറ്റാനിയം എന്നുള്ള വേണ്ടിയിരുന്ന വാഹനം. KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ ഈ സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ളത് വെറും 19,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. 6 വർഷം കൊണ്ട് 19,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്ററുള്ള വാഹനമാണ്. സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം കൂടിയാണിത്. പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. കാരണം എവിടെയും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനം. ഒരു 15-16 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് ഫോർഡ് ആസ്പയർ എന്നുള്ള ഈ ഒരു വാഹനം. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അലോയ്സ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്പെയർ ടയറൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് മറ്റൊരു പ്രത്യേകത. സ്റ്റോക്ക് ടയേഴ്സാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 15,000 കിലോമീറ്റർ കൂടി റൺ ചെയ്യാനുള്ള ടയേഴ്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ, അതായത് കമ്പനി കവറാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നിൽക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാവിധ അത്യാധുനിക ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആണ്. അങ്ങനെ പിന്നെ എല്ലാവിധ കാര്യങ്ങളും എല്ലാവിധ ഫീച്ചേഴ്സുകളും അടങ്ങിയ ഒരു വേരിയൻ്റാണ് ടൈറ്റാനിയം എന്നുള്ള ഒരു വേരിയൻറ്റ്. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിൽ നിൽക്കുന്നു. ഒരു പരിക്കോ അല്ലെങ്കിൽ ഡാമേജ് ചളികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പക്ക ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഒരു ഡാമേജ് ഇല്ല. പേസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ബാറ്ററി റീസെൻ്റ്ലി മാറ്റിയിട്ടുള്ള ഫോർഡിൻ്റെ ബാറ്ററിയാണ് പുതുതായിട്ട് റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു പരിക്കോ കാര്യങ്ങളോ ഡാമേജ് ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു അപാകത മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു അടിപൊളി വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 4,40,000 രൂപക്ക്. ഒരു 3,75 വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം 7 to 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഇവിടെ നിരത്തുകൾ അധികം കാണാത്തൊരു വാഹനം അടുത്ത നമ്മളെ പരിചയപ്പെടുത്തുന്നത് 2019 മോഡൽ മാരുതി സുസുക്കി സിയാസ് 1.5 ലിറ്ററിൽ നിന്നൊരു അടിപൊളി ഡീസൽ എഞ്ചിൻ എന്ന വാഹനം. 6 സ്പീഡ് ഗിയർ ബോക്സിൽ ഇരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ എബോ റൺ ചെയ്തിട്ടുള്ള വാഹനം. ഡെൽറ്റ എന്നുള്ള വേരിയൻ്റ് വാഹനമാണത്. കാരണം 1.5 എഞ്ചിൻ ആയതുകൊണ്ട് എഞ്ചിൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. കാരണം സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മുടെ സാധാരണ ടയോട്ടയുടെ വാഹനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ 1.5 ലിറ്ററിൽ ഈ ഡീസൽ എഞ്ചിൻ. 22 കിലോമീറ്റർ നിങ്ങൾക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കുക. സെമി ഹൈബ്രിഡ് എഞ്ചിൻ ആയതുകൊണ്ട് 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഡെൽറ്റ എന്നുള്ള വേരിയൻ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സിയാസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിൻ ഈ 1.5 ലിറ്റർ എഞ്ചിൻ നിങ്ങൾ ഓടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ
എക്സ്പീരിയൻസ് ചെയ്ത്. കാരണം നമ്മുടെ ആ ഒരു പിന്നെ മറ്റുള്ള ബ്രാൻഡ് വലിയ വാഹനങ്ങൾക്ക് ഓടിക്കുന്ന ആ ഒരു ഫീലിൽ സിയാസ് നമുക്ക് ഓടിക്കാൻ സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സിയാസ് 1.2 1.3 ലിറ്റർ എഞ്ചിനാണ് ഇത്രയും കാലം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് 1.5, കാരണം ഇത് റയർ പീസാണ്. 2018-19 കാലഘട്ടങ്ങളിൽ കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ ഈ വാഹനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇത് വേറെ ലെവലാണ്. ഓടിച്ചു വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഡെൽറ്റ എന്നുള്ള വേരിയൻ്റാണ് ഇത് വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനമാണിത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ചെറിയ റീപെയിൻറ്റുകൾ നടന്നിട്ടുണ്ട്. ബമ്പറിനകത്ത് റീപെയിൻ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്വാർട്ടർ പാനൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചെറിയ പോരായ്മകൾ വെച്ച് കഴിഞ്ഞാൽ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ആ ഒരു ബീജ് കളറിൽ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ ഈ സൈഡിലൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡോർ പാഡിലും ആ ഒരു വുഡൻ ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ഒരു മാറ്റ് ടച്ച് വന്നിരുന്ന രീതിയിലാണ് ആ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട ഡാമേജും പരിക്കൊന്നും വരാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം ഈ ഒരു കഴിഞ്ഞൊരു വാഹനം കൂടിയാണിത്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ടയേഴ്സും കിടക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ നിൽക്കുന്നത്. ഈ പഞ്ചിങ് നോക്കിയാൽ മതി, കാരണം വേറെ പഞ്ചിങ്ങിനകത്ത് പിന്നെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ ഈ സൈഡിലെ പേസ്റ്റിങ് സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ക്രോസ് ബമ്പറിനും ഡാമേജ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. എഞ്ചിൻ DDS എഞ്ചിൻ 1.5 ലിറ്ററിൽ നിന്ന് ചെറിയ എഞ്ചിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ ഒരു ടൈപ്പ് എഞ്ചിൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഹയർ എയർ ഫിൽറ്റർ ഇതൊക്കെ മൊത്തത്തിൽ മറ്റുള്ള പിന്നെ മാരുതിയുടെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഒന്നും കൂടി പിന്നെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് 1.5 ലിറ്ററിൽ നിന്ന് ഈ എഞ്ചിൻ. വേറെ ഡാമേജ് കാര്യങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല. ബോണറ്റിൻ്റെ ഒരു പേസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ഇത് അയച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഈ പേസ്റ്റിംഗ് ബോണറ്റിൻ്റെ ഇഞ്ചസൈറ്റും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ബോണറ്റ് അയച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒറ്റ പേസ്റ്റിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു സെഡാൻ വാഹനമാണ് 2019 മോഡലിൽ ഈ മാരുതി സുസുക്കി സിയാസ് ഡെൽറ്റ വേരിയൻ്റ് ഡീസൽ ഹൈബ്രിഡ് എഞ്ചിനിൽ ഈ വാഹനം സ്വന്തമാക്കാം. 7 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഇതിനകത്ത് 7 ലക്ഷവും നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. 5 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. കാരണം കസ്റ്റമർ പ്രൊഫൈൽ കാര്യങ്ങൾ IT കാര്യങ്ങളെല്ലാം അടക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ 6% മുതൽ 7% വരെ നമുക്ക് ലഭിക്കും. നോർമൽ ട്രാൻസാക്ഷൻ ഉള്ള കസ്റ്റമർ, സിവിൽ സ്കോർ 700+ ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 8 to 9 റേഞ്ചിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ഏകദേശം ഒരു 15 രൂപ റേഞ്ചിലൊക്കെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനം 2016 മോഡൽ ഹോണ്ട ജാസ് VX എന്നുള്ള വേരിയൻ്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ് VX എന്നുള്ള വേരിയൻ്റ്. KL 59 തളിപ്പറമ്പ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. 1 lakh കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ള. പ്രോപ്പർ കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. VX എന്നുള്ള വേരിയൻ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സെൻട്രൽ ലോക്ക്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അങ്ങനെ എല്ലാവിധ സ്പോയിലർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ആക്സറീസ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനമാണിത്. ഏറ്റവും ഫുള്ളോടെ വാഹനം ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാമേജും പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. സെയിം അതേ ക്വാളിറ്റിയിൽ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സീറ്റ് അവർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡാണ് ഈ ജാസ് എന്നുള്ള വാഹനത്തിന് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, ഒരു ചെറിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഓട്ടോ ക്ലൈമറ്റ് ACയുടെ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തുകൊണ്ടും എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വേരിയൻ്റാണ് VX എന്നുള്ള വേരിയൻ്റ് വരുന്ന ഈ ഹോണ്ട ജാസ് എന്നുള്ള ഈ വാഹനം. ഫ്ലോർ മാറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണലി പ്രത്യേകിച്ച് ഫിറ്റിംഗ്സോ അല്ലെങ്കിൽ ആക്സറീസോ കാര്യങ്ങളൊന്നും എടുക്കുന്ന ഒരാൾക്ക് ഇതിനകത്തൊക്കെ ചെയ്യാനില്ല എന്നുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സാധാരണ ഇതിലൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കുറേ ആക്സറീസ് കാര്യങ്ങളെല്ലാം അഡീഷണലി ചെയ്യാനുണ്ടാവും. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് എല്ലാവിധ ആക്സറീസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി അഡീഷണലി ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഫുൾ ലോഡ് വാഹനം ആയതുകൊണ്ട് വേരിയൻ്റ് ആയതുകൊണ്ടും വേറെ അഡീഷണൽ നമുക്ക് ഫിറ്റിംഗ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനമാണിത്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്തില്ല. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നൊരു വാഹനം. കറക്റ്റ് പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്രോസ് ബമ്പറിനോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ്സോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ സൈഡിൽ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ്. കാരണം ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് കളർ കൂടിയതാണ്. ഇത് യെല്ലോ ഇല്ലാത്ത രീതിയിൽ കളർ വന്നിട്ടില്ല. പക്ഷേ അത് ഉള്ളിലേക്ക് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് സ്ക്രാച്ച് വന്നതിന് ശേഷം റീപ്ലേസ് ചെയ്താണ്.
ഈവൺ ഈ ഒരു ക്രോസ് ബമ്പറിന് പോലും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിലാണ് പിന്നെ ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ABS ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ടെക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ ആക്സിഡൻറ്റോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ വെറും 4,75,000 രൂപക്ക്. ഇതിനകത്ത് തന്നെ 4,75 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏകദേശം ഒരു 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അടുത്ത വാഹനം ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വരുന്നൊരു വാഹനമാണ്. 2018 മോഡൽ ടാറ്റ നെക്സോൺ XZ+ എന്നുള്ള വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,20,000 കിലോമീറ്റർ ഓടിയുള്ള KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. XZ+ എന്നാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 0 ഡൗൺ പേയ്മെൻറ്റിൽ കിട്ടാൻ കാരണം നെഗറ്റീവ് ഉണ്ടാവും, നിങ്ങൾക്കറിയാം. അത് കിലോമീറ്റർ കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അല്ലാത്ത രീതിയിൽ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നൊരു വാഹനമാണിത്. XZ+ എന്നുള്ള വേരിയൻ്റകത്ത് കമ്പനി ഫോഗ് ലാംപ്സ് കൊടുക്കുന്നുണ്ട്, പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നൊരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ എന്നുള്ള വരുന്ന ഈ വാഹനം. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ തുടങ്ങിയിട്ടുള്ള എക്സ്ട്രാ ആക്സറീസ് കാര്യങ്ങളെല്ലാം XZ+ എന്നുള്ള വേരിയൻ്റ് അകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി കവറിന് പുറമെ അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ്, 2 എയർ ബാഗാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചില ആളുകൾക്ക് ചില സമയത്ത് റിവേഴ്സ് ഗിയറിലേക്ക് ഇടാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. റിവേഴ്സിലേക്ക് ഇടാന്നുണ്ടെങ്കിൽ ഈ ഒരു നോബ് ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഈ അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു അറ്റത്താണ് റിവേഴ്സിൻ്റെ ഗിയർ കിടക്കുന്നത്. അപ്പോൾ ഈ നോബിൻ്റെ കാര്യം പലരും അറിയില്ല. 6 എന്നുള്ളത് ഇവിടെ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഇട്ട് നോക്കും. പക്ഷേ ഇത് 5ാമത്തെ ഗിയറിലേക്കാണ് 4ാമത്തെ ഗിയറിലേക്കാണ് ചാടുന്നത്. ഈ നോബ് പൊക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്തേക്ക് ഇത് ഇത്രയും അറ്റത്തേക്ക് ഇത് പോരുള്ളൂ. അപ്പോൾ പലരും പുതിയതായിട്ടൊക്കെ ഡ്രൈവിംഗ് പഠിച്ച് ഇറങ്ങുന്നവർ ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, ഈ ഒരു വാഹനം റിനോൾട്ടിൻ്റെ കിഡ് ഇതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് പോകുന്ന സമയത്ത് റിവേഴ്സ് ഇടാൻ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നോബ് പൊക്കി പിടിച്ചിട്ട് നീക്കി കഴിഞ്ഞാൽ സംഗതി റിവേഴ്സിലേക്ക് ചാടും. അപ്പോൾ നോർമൽ റണ്ണിങ്ങിൽ റിവേഴ്സിലേക്ക് ചാടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോബ് പൊക്കണ സിസ്റ്റം വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ് എന്നുള്ള 3 മോഡിലും ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വിശാലമായിട്ട് നല്ല അടിപൊളി ഡിസൈനാണ് പിന്നെ ടാറ്റ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രൗഡി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വന്നിട്ടുള്ളത്. ആ ഒരു ബീജ് കളറും ബ്ലാക്കും വരുന്ന രീതിയിൽ ആ ഒരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70-75% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. മൈലേജ് ഭാഗം ഒരു 15 to 16 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബോണറ്റിൻ്റെ ഇന്നർ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങൾ ഡാമേജ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഈ ബോണറ്റിൻ്റെ ഈ ഒരറ്റ നോക്കുകയാണെങ്കിൽ അതൊന്നും അയച്ചിട്ടൊന്നുമില്ല. ബോണറ്റ് അയക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ടർബോ വരുന്ന എഞ്ചിനും കൂടിയാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,80,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഇതിനകത്ത് 5,80,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഈ ടാറ്റയുടെ നെക്സോൺ 2018 മോഡൽ XZ+ എന്നുള്ള ഈ വാഹനം. ആകെ ഒരു നെഗറ്റീവ് കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്. പക്ഷേ പെട്രോൾ വാഹനം കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയതുകൊണ്ട് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരാനില്ല. 5,80,000 നിങ്ങൾക്ക് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 12 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. അടുത്ത വാഹനം ഹോണ്ടയുടെ മറ്റൊരു SUV സെഗ്മെൻറ്റ് വാഹനമാണ് ഹോണ്ട WRV 2017 മോഡൽ എന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 75,000 കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിൻ ഇത് വാഹനമാണ്. KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ എന്ന വാഹനം. യെസ് എന്നുള്ള വേരിയൻ്റാണ്. ഇതും ഈ ഒരു വാഹനം നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ 3 വാഹനങ്ങളാണ് ഇന്ന് 0 ഡൗൺ പേയ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇത് വേറെ മേജർ ആക്സിഡൻറ്റോ അപാകത കാര്യങ്ങളൊന്നുമില്ല. നോർമൽ കിലോമീറ്റർ നിങ്ങൾക്ക് തന്നെ വരുന്നത്. അത്യാവശ്യം റേറ്റ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് 0 ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. യെസ് എന്നുള്ള വേരിയൻ്റാണ് ഈ ഒരു വാഹനം വരുന്നത്. ബേസിക് വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് യെസ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ടെക് എഞ്ചിനിൽ ഇത് വാഹനം അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം കൂടിയാണിത്. നല്ല യാത്രാ കംഫർട്ടിൽ ഹോണ്ടയുടെ മറ്റൊരു വാഹനം കൂടിയാണ് ഹോണ്ടയുടെ WRV എന്നുള്ള ഈ ഒരു വാഹനം. ഹോണ്ടയുടെ വാഹനങ്ങളിലൊന്നും യാത്രാ കംഫർട്ടില്ലാത്ത വാഹനങ്ങൾ ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം എല്ലാ വാഹനങ്ങളും അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് നമുക്ക് നല്ല ഡ്രൈവിംഗ് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഹോണ്ടയുടെ ഒട്ടുമിക്ക വാഹനങ്ങളും. അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഒരു വേറെ ലെവലിൽ തന്നെയാണ് ഹോണ്ട ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് ബ്രാൻഡായിട്ടുള്ള ഹോണ്ട ആ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഓരോ
വാഹനം ഡിസൈൻ ചെയ്ത് നിരത്തുകൾ ഇറക്കിയിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കമ്പനി കവറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ഈ സീറ്റ് കവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ അഡീഷണൽ കവറൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ഓൾറെഡി നല്ല വിശാലമായിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗ്, ABS, കമ്പനി മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് എസ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗിയർ ലിവറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ രീതിയിലുള്ളൊരു ഗിയർ ലിവറാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ സൈഡ് കാണിക്കാം. WRVയുടെ മൈലേജ് ഏകദേശം പെട്രോൾ എഞ്ചിനിൽ 13 to 15 റേഞ്ചിലാണ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് രണ്ടും പുത്തൻ ടയേഴ്സ് ഉണ്ട്. ബാക്ക് ഓൾമോസ്റ്റ് 60% ബാക്ക് ടയേഴ്സും വരുന്നുണ്ട്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. അതിൻ്റെ കളറിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 7 വർഷത്തെ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങളിലും കിട്ടുന്നുണ്ട്. ക്രോസ് ബമ്പർ ആയാലും അപ്രോൺ ആയാലും ആ ബോണറ്റിൻ്റെ ഇന്നർ സൈഡ് ആയാലും ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു ഏജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വേറെ ഉള്ളിലേക്ക് ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. 2024 റീപ്ലേസ് ചെയ്തിട്ടുള്ള പുതിയ ബാറ്ററിയോടെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു വാഹനം തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. 2017 മോഡൽ വരുന്ന ഈ ഒരു WRVയുടെ പ്രൈസിങ് വരുന്നത് 5,90,000 രൂപയാണ്. അതും 0 ഡൗൺ പേയ്മെൻറ്റ് 5,90,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. പുതിയ ഇൻഷുറൻസ് അടക്കം നമ്മൾ എടുത്ത് തരുന്നതാണ്. 5,90,000 പുതിയ ഇൻഷുറൻസ് ഇൻക്ലൂഡറാണ്. 1 ഇയറിലേക്ക് അപ്പോൾ ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഇപ്പോൾ അടുത്ത വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ്. ഡീസൽ എഞ്ചിനിൽ മാരുതി സ്വിഫ്റ്റ് 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. 32 ചേർത്തല രജിസ്ട്രേഷനിൽ വരുന്ന VD എന്നുള്ള വേരിയൻ്റാണ്. VD എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷനാണ്. തൊട്ട് താഴെ LD, തൊട്ട് മുകളിൽ ZD എന്നുള്ള 3 വേരിയൻസ് ആയിട്ടായിരുന്നു വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. VD എന്നുള്ള വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് സെൻട്രൽ ലോക്ക്, അതേപോലെ തന്നെ ഫോഗ് ലാംപ്സ്, അങ്ങനെ ബേസിക്കലി വാഹനത്തിന് വേണ്ട കാര്യങ്ങളാണ് ഈ ഒരു VD എന്നുള്ള വേരിയൻ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു സ്പോയിലറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള റീപെയിൻറ്റ് വർക്കുകൾ, ഒരു ഡിക്കി ഡോർ റീപ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പൈനിയറിൻ്റെ ചെറിയ ഡിസ്പ്ലേ അഡീഷണലി ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പോരായ്മ പറയാനുള്ള ഈ ഒരു ഡാഷ്ബോർഡിനകത്തൊരു മൊബൈലിൻ്റെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡാമേജ് ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം ഡാമേജ് ആയിട്ടുണ്ട്. അത് ഒഴിവാക്കിയതിന് ശേഷം അത് ഫിറ്റ് ചെയ്ത ഭാഗത്ത് ചെറിയൊരു ഡാമേജ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ഇൻറ്റീരിയറിൽ ഒരു ചെറിയൊരു പോരായ്മെങ്കിലും പറയാനുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ടും പുത്തൻ ടയേഴ്സ് ഉണ്ട്. ബാക്ക് ഒരു ആവറേജ് ടയേഴ്സും വരുന്നുണ്ട്. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് ഒന്നുമില്ല. അപ്രോൺ ചേസ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം അതും സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഗ്ലാസിൻ്റെ RFID ടാഗ്, നോൺ പൊള്യൂഷൻ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓൺലി മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ഉണ്ട്. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ്ഡ് ആണെന്നുള്ളത്. വേറെ ഉള്ളിലേക്ക് ഇമ്പാക്റ്റോ അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു 18 കിലോമീറ്റർ ഡീസൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് VD എന്നുള്ള വേരിയൻ്റ് വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഇതിനകത്തൊരു 3.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 4 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഏകദേശം ഒരു 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ അടുത്ത വാഹനം ഹോണ്ടയുടെ മറ്റൊരു സഡാൻ വാഹനങ്ങൾ എന്ന് വെറും ഹോണ്ടയുടെ വാഹനങ്ങൾ മാത്രമേ ഹോണ്ട WRV, ഹോണ്ട അമേസ്, ഹോണ്ട ജാസ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും നമ്മളിന്ന് കാണിച്ചു. ഇത് 2014 മോഡലിൽ നിന്ന് ഹോണ്ട അമേസ് VX എന്നുള്ള വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓൺഷിപ്പിൽ 1 lakh something കിലോമീറ്റർ ഓടിയുള്ള KL05 കോട്ടയം രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ വാഹനമാണ്. ഇതും ഏറ്റവും ഫുൾ ലോഡ് വാഹനമാണ്. VX എന്നുള്ള വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഈ ഒരു വേരിയൻറ്റിനകത്തും കൊടുക്കുന്നുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ട അമേസ് VX എന്നുള്ള വരുന്നത്. IV ടെക് എഞ്ചിനിൽ വരുന്ന ഈ വാഹനം
റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഐവിടെക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഹോണ്ട അമേസിനേഷൻ ഒരു 16 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. സാധാരണ കമ്പാരിറ്റീവ് മറ്റുള്ള ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേസ് സെഡാൻ വാഹനമാണെങ്കിൽ പോലും താരതമ്യേന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം പൊതുവെ കുറവായിരിക്കും എന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ യാത്രാ കംഫർട്ട് കിട്ടുന്നൊരു വാഹനം കൂടിയാണിത്. എന്നാൽ ഹോണ്ടയുടെ വാഹനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും നല്ല രീതിയിൽ യാത്രാ കംഫർട്ട്, ഇനി ഈവൻ അമേസ് മുതൽ സിറ്റി ആണെങ്കിൽ പോലും എല്ലാ വാഹനങ്ങളും അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനങ്ങളാണ് ഹോണ്ട ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ബീജും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ നല്ല രീതിയിൽ ഇന്റീരിയറൊക്കെ അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനിന് ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ആക്സറീസോ അല്ലെങ്കിൽ വേറെ അഡീഷണൽ ഫിറ്റിംഗ്സോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് വരുന്നില്ല. പിന്നെ അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് AC ഇല്ല എന്നൊരു പോരായ്മ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. കമ്പനി സ്റ്റീരിയോ ഓൾറെഡി കമ്പനി ഇൻബിൽഡ് തന്നെ വന്നിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിംഗ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സൈഡിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ടും പുത്തൻ ടയേഴ്സ് കിടക്കുന്നുണ്ട്, ബാക്ക് ആവറേജ് ടയേഴ്സും കിടക്കുന്നുണ്ട്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോണ്ടയുടെ വാഹനങ്ങളുടെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധാരണ ഒരാൾക്ക് ഇതിൻ്റെ പേസ്റ്റിങ്ങിൽ പഞ്ചിങ്ങിനകത്ത് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ കപ്രോണ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ മറ്റുള്ള വാഹനങ്ങളെല്ലാം കാണുന്ന അതേ ഒരു ഫീൽ, സാധാരണ പുതിയ വാഹനങ്ങൾ കാണുന്ന അതേ ഫീൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഹ്യൂണ്ടായിൻ്റെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അപ്രോൺ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അപ്രോൺ റിപ്പയർഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേസ്റ്റിങ്ങിനകത്ത് വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഹോണ്ടയുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അത് അറിയുന്നവരെ കൊണ്ട് മാത്രം ചെക്ക് ചെയ്തിട്ട്, കാരണം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയിൽ പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഹോണ്ടയുടെ വാഹനങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു അറിയുന്ന ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് എഞ്ചിൻ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ അപ്രോൺ ഭാഗങ്ങൾ അല്ലെങ്കിൽ ക്രോസ് ബമ്പറിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ഇതിലൊക്കെ ഒരു പഞ്ചിങ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിനൊക്കെ വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മാരുതിയുടെ ഹ്യൂണ്ടായിൻ്റെ പോലും അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഐവിടെക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നില്ല. 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട ഡാമേജ് പരിക്കൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 0 ഡൗൺ പേയ്മെൻറ്റോട് കൂടി 375 നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 375 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 4 വർഷത്തെ മാസ കാലയളവോട് കൂടി ഏകദേശം ഒരു 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അടുത്ത വാഹനം ഒരു 20 to 25 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മാരുതി സുസുക്കിയുടെ സിയാസ് എന്ന വാഹനമാണ്. അത് 2016 മോഡൽ സിയാസ് VXi+ വേരിയൻ്റ് വരുന്ന പെട്രോൾ എഞ്ചിനിൽ നിന്ന് വാഹനം. മിഡിൽ ഓപ്ഷനേക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ് VXi+ എന്നുള്ള വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിൻ എന്ന വാഹനം എങ്ങനെ 20 to 25 കിലോമീറ്റർ എന്നല്ലേ. ഇത് CNG അഡീഷണലി ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ്. കമ്പനി ഫിറ്റഡല്ല, അഡീഷണലി CNG ഫിറ്റ് ചെയ്തിട്ടുള്ള 2016 മോഡൽ VXi+ വരുന്ന KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. VXi+ ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണിത്. CNG ഫിറ്റ് ചെയ്തുകൊണ്ട് ഡിക്കി സ്പേസ് പോകുമെന്നുള്ള പലർക്കും സംശയം ഉണ്ടാവും. കാണിച്ചു തരാം. CNG ഡിക്കി സ്പേസ് സിയാസ് വാഹനം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് CNG ഫിറ്റ് ചെയ്താലും നമുക്ക് അത്യാവശ്യം ഡിക്കി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CNG സിലിണ്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് ഡിക്കി സ്പേസ് നഷ്ടപ്പെടുന്നില്ല എന്നാണ് സിയാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എക്സ്റ്റീരിയർ ഭാഗങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വർക്കുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത ഒരു വാഹനം തന്നെയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. VXi+ ആയതുകൊണ്ട് തന്നെ ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ CNGയിലേക്കും പെട്രോളിലേക്കും മാറ്റാനുള്ളൊരു സ്വിച്ച് ഇവിടെ അഡീഷണൽ സ്വിച്ച് ഇവിടെ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് CNGക്ക് വേണമെങ്കിൽ CNGയിലാക്കാം, പെട്രോൾ വേണമെങ്കിൽ പെട്രോളാക്കാം. അങ്ങനെ രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മളതിൻ്റെ ചേഞ്ചിങ് ചെയ്യുന്നത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. അപ്പുറം ഭാഗങ്ങൾ കണ്ടെന്നാൽ തന്നെ മനസ്സിലാവും ഡാമേജ് ഇല്ല എന്നുള്ളത്. പിന്നെ ക്രോസ് ബമ്പറിന് ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങിനൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ ഇഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും മാറാത്ത അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 0 ഡൗൺ പേയ്മെൻറ്റിൽ 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. 5 ലക്ഷം നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ EMIയോട് കൂടി. ഏകദേശം ഒരു 11 സംതിങ് ടു 12 രൂപ റേഞ്ചിലാണ് EMI വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സെഡാൻ വാഹനങ്ങൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ അതും CNG അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു വാഹനം. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. നമ്മുടെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറവായിരിക്കും. 5 ലക്ഷം രൂപയാണ് ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അടുത്ത ഏറ്റവും സ്മാൾ സെഗ്മെൻറ്റിൽ ഒരു വാഹനമാണ്. ഇത് 22 കിലോമീറ്റർ നിങ്ങൾക്ക് പെട്രോൾ മൈലേജ് ലഭിക്കുന്ന ഒരു 2 വീലറിന് 4 വീലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് ഡാറ്റ്സൻ്റെ റെഡിഗോ എന്നുള്ള അറിയപ്പെടുന്ന ഒരു വാഹനം.
2016 മോഡൽ ഇന്ന് റെഡിഗോ ടി ഓപ്ഷൻ എന്നുള്ള വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 49,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. KL03 പത്തനംതിട്ട രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. റെഡിഗോ ടി ഓപ്ഷൻ എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. 22 കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാമെന്നുള്ള ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 800 cc വരുന്നൊരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേ രീതിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും എവിടെയും ഒരു ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ഡിസൈനോട് കൂടിയ സീറ്റ് കവറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മറ്റൊരു വാഹനങ്ങളിലൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ഡിസൈന്. മറ്റ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്കും ബീജും ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. 800 cc വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയും മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. 2 ഡോർ പവറിൻ്റെ ഫ്രണ്ട് റോ മാത്രമാണ് പവറിൻ്റെ വരുന്നത്. ബാക്ക് റോ നോർമൽ പിന്നെ വൈൻഡറാണ് വരുന്നത്. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പ്രോണച്ചൈസോ കാര്യങ്ങൾക്കൊന്നും പേസ്റ്റിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഇയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും അതും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലെ കണ്ടീഷനിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ പ്രതീക്ഷിക്കണം. അപ്പോൾ ആ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആ പാക്കിംഗ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 2022 റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണ്ട ബാറ്ററിയുടെ വാറണ്ടി ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടാവും. 3 വർഷമായിരിക്കും വാറണ്ടി ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഏതൊരു സാധാരണക്കാരനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് അധികം ക്യാഷ് ഇറങ്ങി ചിലവാക്കാത്ത, പിന്നെ ഈസി ആയിട്ട് നമുക്ക് ടൗൺ പർപ്പസിനൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്കൊരു വലിയ വാഹനങ്ങളുള്ള ഒരാൾക്കും ഈ ഒരു വാഹനം യൂസ് ചെയ്യാം. നമുക്ക് ടൗണിലേക്കൊരു പിന്നെ പച്ചക്കറി വാങ്ങാൻ അല്ലെങ്കിൽ മീൻ വാങ്ങാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ആയിരിക്കും ഏറ്റവും വലിയ ദുഷ്കരം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓട്ടോ കൊള്ളുന്നൊരു സ്പേസിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ ഇട്ടാണ് നമുക്ക് ഓടിച്ച് കറക്കി എടുക്കാനും സാധിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1,90,000 രൂപ. 1,90,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു മറ്റൊരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഒന്നുമില്ല, അവിടെ കട്ടിത്തോണ്ടി 5 വർഷത്തേക്കാണ് ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 5,000 രൂപത്തിനുള്ളിൽ, ഏകദേശം 4 to 5 ഉള്ളിലാണ് ഇതിൻ്റെ EMI വരിക. അവിടെ നിന്ന് ഒന്നുകൂടി കട്ട് ചെയ്യാൻ പറ്റുമോ? 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 4 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. ഇതാ മറ്റൊരു ഹോണ്ട കൂടി. ഇതുവരെ നമ്മൾ മാനുവൽ വാഹനങ്ങളാണ് കാണിച്ചിട്ടുണ്ടായത്. ഇനി ഇതാ ജാസിലൊരു ഓട്ടോമാറ്റിക് വാഹനം. വിജയ് ഇന്നത്തെ വീഡിയോൻ്റെ ക്യാപ്ഷൻ കൊടുത്ത ഹോണ്ടയുടെ വാഹനങ്ങൾ മാത്രമാണ്. അത്രയും ഹോണ്ടയുടെ വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇത് 2016 മോഡൽ വരുന്ന ഹോണ്ട ജാസ് വി ഓട്ടോമാറ്റിക് വേരിയൻ്റ് CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ KL11 രജിസ്ട്രേഷനിൽ വരുന്ന കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. വി എന്ന് പറഞ്ഞാൽ ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് വി എന്നുള്ള ഓപ്ഷൻ. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വി എന്നുള്ള വേരിയൻറ്റിനകത്തും കമ്പനി കൊടുക്കുന്നുണ്ട്. CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല യാത്രാ കംഫർട്ട് ആയിരിക്കും. പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയവർക്കൊക്കെ ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്ന ഒരു ഗിയർ ബോക്സാണ് CVT ഗിയർ ബോക്സ് എന്നുള്ള ഒരു പിന്നെ ഗിയർ ബോക്സ് ഹോണ്ട ഡിസൈൻ ചെയ്തിട്ടുള്ള CVT. അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളെല്ലാം അതും കിട്ടുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വി എന്നുള്ള വേരിയൻ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഫീച്ചേഴ്സും കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്പോയിലർ. പിന്നെ ഇനി എന്താണ് VX-നകത്ത് അഡീഷണൽ വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം VX-അകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ഇതിനകത്ത്. VX-നകത്ത് ഇനി അഡീഷണൽ ഫീച്ചേഴ്സ് എന്താ വരുന്നത് എന്നുള്ള അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത എക്സ്റ്റീരിയർ ഭാഗമാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കണമെങ്കിലും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഒരു എയർ ബാഗ്, ABS, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാഹനം എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ഇനി ആക്സറീസ് കാര്യങ്ങളും ഇതിനകത്തേക്കും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ഫിറ്റിംഗ്സോട് കൂടിയ വാഹനമാണിത്. നല്ല ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. CVT ഗിയർ ബോക്സിനുള്ള ഏറ്റവും വലിയ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒറ്റയടിക്ക് പാർക്കിംഗ് ബ്രേക്കിലേക്ക് ഇടുക. അതായത് ഹാൻഡ് ബ്രേക്ക് ആദ്യം നിങ്ങൾ വാഹനം ന്യൂട്രലിലേക്ക് ഇടുക. ഒരു സ്ഥലത്ത് നിങ്ങൾ വാഹനം പിന്നെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക് ഇടണം ആദ്യം. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് പോക്കുക. അതിനുശേഷം മാത്രമേ പാർക്കിങ്ങിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യണം. കാരണം ആ വാഹനം ലോക്കായി എന്നുള്ളത് ഒരു കൺഫർമേഷൻ നമുക്ക് വേണം. അതിനുശേഷം മാത്രമേ പാർക്കിംഗ് ബ്രേക്കിലേക്ക് നിങ്ങൾക്ക് ഇടാൻ സാധിക്കുള്ളൂ. ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ മൂവ് ആയില്ല. കാരണം ചില കീ ഇട്ടാൽ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ വരെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗിയർ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നത്. അപ്പോൾ ചില വാഹനങ്ങൾ ഇപ്പോൾ മാരുതിയുടെ K-Star 80 ഗിയർ ബോക്സിൽ വരുന്ന വാഹനങ്ങളൊക്കെ കീ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ പോലും പാർക്കിംഗ് ബ്രേക്കിലേക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് കീ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. മാരുതി സ്വിഫ്റ്റ്, A-Star, റിഡ്സ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ ലോക്കിംഗ് സിസ്റ്റങ്ങൾ കമ്പനി ചില വാഹനങ്ങൾക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
എൻജിൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഈ ഒരു വാഹനത്തിനകത്തും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പഞ്ചിങ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ് നിൽക്കുന്നത്. 2023 റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും വരാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 5,30,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 5,30,000 നിങ്ങൾക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ മറ്റൊരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ് 2016 മോഡൽ വരുന്ന ഈ ഹോണ്ട ജാസ് എന്നുള്ള വാഹനം. ഏകദേശം 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് മാത്രമാണ് ചെറിയൊരു പോരായ്മ ഉള്ളത്. കിലോമീറ്ററിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ആ 0 ഡൗൺ പേയ്മെൻറ്റിൽ വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അല്ലാത്ത രീതിയിലുള്ള ഒരു പോരായ്മ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പക്ക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കറക്റ്റ് സർവീസ് മാത്രം പോയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. കമ്പനി സർവീസ് കറക്റ്റ് പോയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. 5,30,000 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 5,30,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസ കാലയളവോടുകൂടി ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ നമ്മൾ അടുത്ത വാഹനം ഹ്യൂണ്ടൈൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു വാഹനമാണ് 2015 മോഡൽ ഹ്യൂണ്ടൈ എലൈറ്റ് i20 സ്പോർട്സ് എന്നുള്ള വരുന്ന പെട്രോൾ എഞ്ചിൻ 1,00,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ KL 26 അടൂർ രജിസ്ട്രേഷനിൽ ഒരു വാഹനം. സ്പോർട്സ് എന്നുള്ള വരുന്ന ആസ്റ്റയുടെ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പേരുണ്ട്. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. ഒരു നോർമൽ റണ്ണിങ് അതായത് 9 വർഷം കൊണ്ട് 90,000 കിലോമീറ്ററിൻ്റെ സ്ഥാനത്ത് ഒരു 10 കിലോമീറ്റർ കൂടുതലുണ്ട്. 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അല്ലാത്ത രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വളരെ താരതമ്യേന കുറവായിരിക്കും. കിലോമീറ്റർ ഓടി വെച്ചിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. 2-3 ലക്ഷം കിലോമീറ്റർ ഓടിയ i20 പെട്രോൾ വാഹനങ്ങളൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1,00,000 കിലോമീറ്റർ ഒരു റണ്ണിങ്ങേ അല്ല, കറക്റ്റ് സർവീസ് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 12 to 14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. താരതമ്യേന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് ഹ്യൂണ്ടൈൻ്റെ എലൈറ്റ് i20 എന്നുള്ള ഈ ഒരു വാഹനം. റെഡ് കളറിൽ നിൽക്കുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പിന്നെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല സ്പോർട്സ് എന്നുള്ള വേരിയൻ്റിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 4 പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, സ്റ്റാരിങ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് AC, സെൻട്രൽ ലോക്ക്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല എക്സ്റ്റീരിയർ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. സെയിം അതേ എക്സ്റ്റീരിയറിൻ്റെ അതേ ക്വാളിറ്റി തന്നെ ഇൻറ്റീരിയറിനും വന്നിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സേഫ്റ്റി ഫീച്ചേഴ്സ്, ഒരു എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഒരു വാഹനത്തിന് വേണ്ട എല്ലാ സംഗതികളും ഈ ഒരു വേരിയൻറ്റിനകത്ത് സ്പോർട്സ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ വരുന്നൊരു കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ക്ലച്ച് സിലിണ്ടർ ഒക്കെ മാറി കൊടുക്കേണ്ടിരുന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഹ്യൂണ്ടൈൻ്റെ i20 യൂസ് ചെയ്യുന്നവർക്കറിയാം, ഒരു 20,000 കിലോമീറ്റർ റൺ ചെയ്യുമ്പോഴേക്കാണ് ക്ലച്ചിൻ്റെ സിലിണ്ടർ കംപ്ലയിൻ്റ് ആവുന്നൊരു പ്രശ്നം വരുന്നുണ്ടെന്ന് മാത്രമേ നെഗറ്റീവ് പറയാനുള്ളൂ. അല്ലാത്ത രീതിയിലുള്ളൊരു നെഗറ്റീവ് ഒന്നും ഈ ഒരു വാഹനത്തിനകത്ത് സാധാരണ ഇതിൽ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും വരാറില്ല. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 1.3 ലിറ്ററിൽ തന്നെ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിനൊന്നും യാതൊരു കുറവും വരില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ്, അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് കാര്യങ്ങളെല്ലാം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണിത്. SBIൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ യൂസ് ചെയ്തൊരു വാഹനമായത് ഓൺ ഡ്യൂട്ടി സ്റ്റിക്കറൊക്കെ, SBIൻ്റെ സ്റ്റിക്കറൊക്കെ, ബാങ്കിങ്ങിൻ്റെ സ്റ്റിക്കറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാങ്കിങ് മേഖലയിലുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ യൂസ് ചെയ്തൊരു വാഹനമാണെന്ന് നമുക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 0 ഡൗൺ പേയ്മെൻറ്റ് വില വരുന്നത് നെറ്റ് പ്രൈസ് 4,60,000 രൂപ. 4,60,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തെ മാസ കാലയളവോടുകൂടി. എക്സ്ട്രാ 10,500 to 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം മറ്റൊരു ലോ കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ് മാരുതിയുടെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന മാരുതി എസ്പ്രസോ VXi പ്ലസ് എന്നുള്ള പേരിൻ്റെ വാഹനം. വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷനിൽ നിന്നുള്ള അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. ഒരു 17 to 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം കൂടിയാണിത്. അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് കാണാനൊരു ചെറിയൊരു ലുക്ക് കുറവുണ്ടെങ്കിലും നല്ല ഇൻറ്റീരിയർ സ്പേസ്, നമുക്ക് കൈയും കാലൊക്കെ ഇട്ട് നീട്ടി വെച്ച് നല്ല ഹൈറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നൊരു ഫീല് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. ഒരു വാഗണറിൻ്റെ അനിയൻ പറയാൻ പറ്റിയ ഒരു വാഹനമാണ് എസ്പ്രസോ VXi പ്ലസ് എന്നുള്ള വരുന്നത് ഈ വാഹനം. സാധാരണ ഇറങ്ങിയ സമയത്ത് ഈ ഒരു വാഹനത്തിന് കുറച്ചൊരു അടി കിട്ടിയ വാഹനം. കാരണം പലരും ഇത് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ റിഡ്സ് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു ബാക്കിലെ ഷേപ്പ് ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ എസ്പ്രസോൻ്റെ ഷേപ്പ് പലർക്കും ഇഷ്ടപ്പെടാത്തൊരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ വാഹനത്തിന് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു കംഫർട്ടും അതിൻ്റെ മൈലേജും അതിൻ്റെ ആ ഒരു യാത്ര ചെയ്യാനുള്ള സുഖവും കാര്യങ്ങളെല്ലാം കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങളത് അംഗീകരിച്ച് തുടങ്ങി. അപ്പോൾ ഈ വാഹനം വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VXi പ്ലസ് എന്നാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. VXi പ്ലസ് ആണ് അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റ്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും കാര്യപ്പെട്ട ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ ഒക്കെ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എക്സ്റ്റീരിയർ ബോഡി കാര്യങ്ങളൊന്നും പരിക്ക് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 15,000 to 20,000 ഓടാനുള്ള ടയേഴ്സ് നിലവിൽ ബാലൻസ് കിടക്കുന്നുണ്ട്. ഇൻറ്റീരിയർ
ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല അടിപൊളി സീറ്റ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്, ABS കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് VXi എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ ഇതിനകത്ത് അഡീഷണലി ഫിറ്റഡ് ആണ്. ഒരു ക്യാമറ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ക്യാമറ അഡീഷണലി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. 16,191 കിലോമീറ്ററാണ് നിലവിൽ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനം എന്ന് പറയാൻ പറ്റിയ പിന്നെ വാഹനം കൂടിയാണിത്. വേറെ ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ പെൻഡിങ് ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി എസ്പ്രസോ VXi പ്ലസ് എന്നുള്ള വേരിയൻറ്റിൽ വരുന്ന 2021 മോഡൽ നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ളൊരു വാഹനം. എഞ്ചിൻ സൈഡും ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ബോണറ്റിൻ്റെ ഒന്നും ഹിഞ്ചസ് ഒന്നും അയച്ചിട്ടില്ല എന്ന് ഈ ഒരു പേസ്റ്റിംഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സൈഡിലാണ് ഇതിന് പേസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ പിന്നെ പേസ്റ്റിങ്ങിനകത്ത് വ്യത്യാസം അല്ലെങ്കിൽ ഇഞ്ചസ് അയച്ച പാടുകളൊന്നുമില്ല. ബാറ്ററി 2023 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണിത്. 21 ഇറങ്ങിയ വാഹനം 23 കമ്പനി ബാറ്ററി റീപ്ലേസ് ചെയ്ത് അമറോണ്ട ബാറ്ററിയിലേക്ക് വന്നു. ആദ്യമായിട്ടാണ് ഒരു ബോണറ്റ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇത്രയും 90 ഡിഗ്രിയിൽ നിൽക്കുന്നത്. മറ്റൊരു വാഹനത്തിൽ ഇത്ര ഒരു 90 ഡിഗ്രി ബോണറ്റിൻ്റെ പൊസിഷൻ കണ്ടിട്ടില്ല. സാധാരണ സ്റ്റാൻഡ് ഒന്നും ആവശ്യത്തിന് വരുന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വളരെ ലോ കിലോമീറ്ററോടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും 4,60,000 രൂപക്ക് നെറ്റ് പ്രൈസോടുകൂടി 4 ലക്ഷം ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 60,000 രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് അടക്കം ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം. നല്ല അടിപൊളി അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള നല്ല യാത്രാ കംഫർട്ടുള്ള ടൗൺ പർപ്പസിനൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ എസ്പെഷ്യലി ലേഡീസിനൊക്കെ മാനുവൽ ഓടിക്കാൻ താല്പര്യമുള്ള ലേഡീസിനൊക്കെ നല്ല രീതിയിൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. കാരണം ഒരു ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഫീലിൽ നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഏത് ഇടവയിലൂടെയും ടൗണിലൂടെയൊക്കെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എസ്പ്രസോ എന്നുള്ള വാഹനത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 460 അതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം ഒരു 10-12 വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോഴേക്കും അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഏതെങ്കിലും യൂസർ വാഹനം അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നേരെ കാർലേറ്റിലേക്ക് വരിക. കൈ നിറയെ സമ്മാനങ്ങൾ നേടാം. അതോടൊപ്പം തന്നെ കാറിന് വാങ്ങുന്നതോടൊപ്പം തന്നെ ഒരു 2 വീലർ നിങ്ങൾക്ക് ഭാഗ്യശാലിയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ഒരു ഓണക്കാലത്ത് വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നമ്പർ സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്തു തരാം. അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണിക്കാണ്ട്. അടുത്ത ദിവസങ്ങൾക്ക് ഒരുപാട് ഓണത്തോടനുബന്ധിച്ച് പുത്തൻ സ്റ്റോക്കുകൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് അപ്ലോഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നിങ്ങൾ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. മാത്രമല്ല നമ്മുടെ കാറ്റലോഗിനകത്ത് വാട്സപ്പ് കാറ്റലോഗിനകത്ത് കംപ്ലീറ്റ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഡെയിലി വൈസ് ചെക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനിയും ചെക്ക് ചെയ്യാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ കാറ്റലോഗ് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് കാറ്റലോഗ് കാണാൻ സാധിക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാറ്റലോഗിൽ ഇവിടെ കിടക്കുന്ന കംപ്ലീറ്റ് ഏകദേശം ഒരു 300ഓളം വാഹനങ്ങളുടെ സ്റ്റോക്ക് കളക്ഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് വീഡിയോസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ വാഹന സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും ഇനിയിപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾക്ക് മാർക്കറ്റ് റേറ്റ് അറിയാനോ അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിലെ ഓരോ വാഹനത്തിനൊക്കെ ചില പിന്നെ വീഡിയോ അയച്ചു തന്നിട്ട് പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇതിൻ്റെ എഞ്ചിൻ സൈഡൊക്കെ വീഡിയോ അയച്ചതിന് ശേഷം നിങ്ങൾ പുറത്ത് നോക്കുന്ന വാഹനങ്ങളൊക്കെ പല ആൾക്കാരും വാട്സാപ്പിൽ അയച്ചു തരാറുണ്ട്. എങ്ങനെയുണ്ട് കണ്ടീഷൻ നോക്കി പറഞ്ഞുതരാമോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എന്ത് സഹായത്തിനും ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ഇവിടെ വാഹനം എടുക്കാൻ മാത്രമല്ല വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. സ്മൈൽ സൈനിങ് ഔട്ട്. ബൈ.